ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നീ ഫ്രീ ആവുമ്പോഴേ അത്യാവശ്യം വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റില് നിന്റെ കൃഷിക്കാരും ബാഡ് ഇമേജസ് ഉള്ള ഫ്രണ്ട്സ് ഒന്നും വേണ്ട. അവസാനം എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താ ചന്ദ്രലേക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചന്ദ്രലേക്ക് ഇതെല്ലാം ചന്ദ്രലേഖ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഇപ്പൊ രണ്ടുപേരും കൂടെ സഹായത്തിനുണ്ടല്ലോ. ഇനിയും ഒരു സഹായത്തിനായിട്ട് എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എന്താ മനസ്സിലായോ? മനസ്സിലായി. ചന്ദ്രലേഖയുടെ പരിചയക്കാരല്ലേ ആ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്? അതെ. ആ അപ്പോ ചന്ദ്രലേഖയോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വിവാഹ വാർഷികം ഒരു കുറവും ഇല്ലാതെ നടക്കണം. ശരി മാഡം. എന്നാ ചന്ദ്രലേക്ക് പോ. ഹലോ ചേച്ചി, ഞാൻ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നാളെയാ അച്ഛന് ബലിയിടുന്ന ദിവസം. ബലിയിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. നീ വാ. നിന്നോട് എനിക്ക് നേരിട്ട് ചിലത് പറയാനുണ്ട്. ശരി ചേച്ചി. ഏട്ടാ, അമ്മയെ ചെന്ന് കാണാൻ പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? കണ്ടല്ലോ. അമ്മയുടെ അച്ഛന്റെയും 13th വെഡിങ് ആനിവേഴ്സറി വരുമല്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. അത് നല്ലപോലെ ആഘോഷിക്കണമെന്നാ അമ്മ പറയുന്നേ. അമ്മയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ ഏട്ടാ. ഏട്ടാ, പിന്നെ ഈ ഫുഡിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്കറിയാവുന്ന നല്ലൊരു പാചകം ചെയ്യുന്ന ചേട്ടനുണ്ട്. പുള്ളിയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട. ഇവിടെ സദ്യ കൊടുക്കാനൊന്നും അല്ല തീരുമാനം. ഏതെങ്കിലും ഒരു നല്ല ഇവന്റ് മാനേജ്മെന്റിന് കൊടുക്കാം. അവരാ നല്ലത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും അമ്മയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ആ പിന്നെ നീ ഫ്രീ ആവുമ്പോഴേ അത്യാവശ്യം വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റില് നിന്റെ കൃഷിക്കാരും ബാഡ് ഇമേജസ് ഉള്ള ഫ്രണ്ട്സ് ഒന്നും വേണ്ട. അവസാനം എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ അമ്മയ്ക്ക് അച്ഛനും വേണ്ട ഓർണമെന്റ്സിന്റെയും ഡ്രസ്സിന്റെയും കാര്യം വിളിച്ചു പറയാൻ വേണം. ഡ്രസ്സും ഓർണമെന്റ്സും അമ്മയ്ക്കും അച്ഛനും മാത്രം പോരല്ലോ. മുത്തശ്ശിക്കും ചന്ദ്രാമ്മയ്ക്കും അമ്മ കൊടുക്കുമ്പോഴത്തെ ഒരു സ്പെഷ്യൽ സാരി വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്തിന്? ഏട്ടാ, നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ, അവർക്കും ആഗ്രഹം കാണില്ലേ? മുത്തശ്ശിയുടെ കാര്യം ഓക്കെ, അവരുടെ കാര്യം നീ നോക്കണ്ട. നിന്നോടെ പല ആവർത്തി പറഞ്ഞ മടുത്തൊരു കാര്യം ഞാൻ വീണ്ടും പറയാം. നാട്ടുകാരോടുള്ള നിന്റെ സിമ്പതി അങ്ങ് നിർത്തിയേക്കണം. സ്പെഷ്യൽ സാരിയോട് തണിഞ്ഞൊരുങ്ങി നിൽക്കാൻ അവരീ കുടുംബത്തിലുള്ളതൊന്നും അല്ലല്ലോ.
ഏതോ അകന്ന ബന്ധത്തിലുള്ളതും അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. അവരോടെ ഇപ്പോ ഈ വീട്ടിലുള്ളവര് കാണിക്കുന്ന കരുണ തന്നെ ധാരാളമാ. നിന്റെ ഭാഗത്തുനിന്നേ കൂടുതലായിട്ടൊന്നും വേണ്ട. അച്ഛനെ കൊണ്ടുവരല്ലേ? അച്ഛാ! അച്ഛാ! ഇതെന്റെ ശത്രുവിനുള്ള അഡ്വാൻസാ. ഹലോ. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻ സർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റ്സ്. Thank you. Thank you all. I would like to have your full support with me. Thank you. Congratulations, sir.